ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, ഇന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം സാധിക്കാൻ പോകട്ടോ. നമ്മളിന്നൊരു ക്യാമറ വാങ്ങാൻ വേണ്ടി പോവാണേ. സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ നാളെ തൊട്ട് വിചാരിക്കുന്നത് ഞാനൊരു ക്യാമറ വാങ്ങണം എന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് വരെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം മൊബൈലാണ്. പൊട്ടിത്തകർന്നൊരു മൊബൈലാണ്. ആ മൊബൈലാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോട്ടോ E4+ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്യാമറ വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കറിയാം നമ്മുടെ വീഡിയോസിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും ഇന്നേ വരെ ആരും എന്നോട് ക്വാളിറ്റി കുറവാണ് അങ്ങനത്തെ ഒരു കമൻറ്റ്സ് എനിക്ക് പൊതുവെ വരാറില്ല. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഒന്ന് തോന്നിയിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. കാരണം ആരും നിങ്ങൾ ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂ പറയാത്തത്. പക്ഷേ എങ്കിലും എനിക്ക് സ്വയം തോന്നി ഇനിയെങ്കിലും ക്യാമറ ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ട് ഇപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ക്യാമറ വാങ്ങുന്നതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്നത്തെ ഈ ക്യാമറ വാങ്ങുന്നത് എൻ്റെ സ്വന്തം കാശിനാണ്. അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് നമ്മുടെ സ്വന്തം കാശിനാണ് ഞാനിന്ന് ക്യാമറ വാങ്ങാൻ പോണത്. അപ്പം എനിക്ക് ക്യാമറ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം കാശിന് വാങ്ങണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഇന്നിപ്പോൾ പോവാണ് കേട്ടോ. റിലയൻസ് മാളിലെ കാനോണിൻ്റെ ഷോറൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ മോഡൽ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഏതാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചു M50 വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ ബാറ്ററി ബാക്കപ്പ് 1 hourൊക്കെ നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും ഒരു എക്സ്ട്രാ 3-4 ബാറ്ററിയൊക്കെ വാങ്ങി വെക്കേണ്ടി വരും. അതിപ്പോൾ ഇപ്പോഴത്തെ ബജറ്റിൽ അത് നടക്കില്ല. പിന്നെ 200 നല്ലതാണെന്ന് കേട്ടു. പക്ഷെ അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് എനിക്ക് വ്ളോഗിങ്ങിനും അതുപോലെ അകത്തേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിനും കൂടി അത് പറ്റില്ല. അതുകൊണ്ട് അതും എടുക്കണില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കണത് നമുക്ക് G7X Mark II തന്നെ എടുക്കാമെന്നാണ് കേട്ടോ. അത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ അത് എടുക്കാമെന്ന് പറയും, പിന്നെയും അത് വേണ്ടാന്ന് വെക്കും. പക്ഷേ ഇപ്പോൾ ഫൈനലി ഞാൻ അത് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അറിയാം അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് നമുക്ക് എക്സ്റ്റേണൽ മൈക്കൊന്നും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ വ്ളോഗിങ്ങിനുള്ളൊരു ബെസ്റ്റ് ക്യാമറ തന്നെയാണത്. അപ്പോൾ എന്തായാലും അത് എടുക്കാമെന്ന് തന്നെ കേട്ടോ വിചാരിക്കണേ. ക്യാമറ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 38,000 ആണ്. ഇപ്പോൾ കറൻ്റ് ഇതിൻ്റെ പ്രൈസ് 38 ആണ്. നമുക്ക് 36-ന് കിട്ടി. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് തുടങ്ങണമായിരുന്നോട്ടെ. എനിക്കാണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു സാധനം അറിയില്ല, ഒരു മണ്ണാങ്കട്ട അറിയില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇനി റിവ്യൂസൊക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. നമുക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ട് സെറ്റിങ്സൊക്കെ പഠിച്ചിട്ട് അടുത്ത വീഡിയോസ് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.